സിനിമാ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പിൻവലിക്കാൻ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, നേരത്തെ തന്നെ റിലീസുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ചകളെങ്ങുമാകാതെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൂടി വരുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, കഴിഞ്ഞ ദിവസം പാലക്കാട് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച ഈ തർക്കം പരിഹരിക്കുന്നതിനായി നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച ഫലവത്താകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വിതരണക്കാരുടെ സംഘടന കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സിനിമകൾ കൂടി പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംഘടന എത്തിയിരിക്കുന്നു. അതായത് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ കീഴിലുള്ള എ ക്ലാസ് തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുലിമുരുകൻ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രദർശനം നിർത്തിവെക്കാനും ചിത്രം പിൻവലിക്കാനുമാണ് ഇപ്പോൾ വിതരണക്കാരുടെ സംഘടനയുടെ തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഈ തർക്കം പരിഹരിക്കുന്നത് വരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവരെടുത്തിരിക്കുന്ന തീരുമാനം. ഈ തിയേറ്റർ ഉടമകളും വിതരണക്കാരുടെ സംഘടനയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം കുറെ നാളുകളായി പരിഹരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ അത് ഓരോ ഘട്ടവും ഓരോ ചർച്ചയിലും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടുകൂടിയാണ് ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് വിതരണക്കാരുടെ സംഘടന ഇപ്പോൾ പോയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിൽ കർശന നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. നിലവിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 2 ചിത്രങ്ങൾ, അത് പുലിമുരുകന്റെയും കട്ടപ്പനയിലെ ഋതിക് റോഷന്റെയും എന്നീ 2 ചിത്രങ്ങളാണ് ഇപ്പോൾ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലുള്ള എ ക്ലാസ് തിയേറ്ററുകളിൽ നിന്നാണ് തൽക്കാലം പിൻവലിക്കുക. മൾട്ടിപ്ലക്സുകളിലും മറ്റും ചിത്രത്തിന്റെ പ്രദർശനം തുടരാനും തീരുമാനമായിട്ടുണ്ട്. ഏതായാലും സിനിമാ പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ ഇത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ തീരുമാനം. സാലി, പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധി വലിയ ആശങ്കയിലേക്ക് കൂടി സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആ വിധത്തിൽ നീങ്ങുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് റിലീസുകളില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ ഒരു അവധി സമയത്തെ ഈ ഒരു തിയേറ്ററിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയും സിനിമാ വിപണിയെ തന്നെ വലിയ രീതിയിൽ തകർക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർക്കാരിന്റെ നിലപാട് എങ്ങനെയാണ്? സൗമ്യ, സ്വാഭാവികമായും ഈ ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ കൂടി ലക്ഷ്യമിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു ഇടപെടൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. പാലക്കാട് ചിറ്റൂരിൽ മന്ത്രി തന്നെ നേരിട്ട് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച നടത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇരു കൂട്ടരും നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ച പരാജയപ്പെട്ടത്. അപ്പോൾ ഇനി സർക്കാർ ഇടപെടുക എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ടി വരും. കാരണം കർശനമായ നിലപാടിൽ വിതരണക്കാരുടെ സംഘടന നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം വിട്ടുവീഴ്ചയ്ക്ക് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ തയ്യാറാകും എന്നത് സംബന്ധിച്ചൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും ഇക്കാര്യത്തിൽ കർശന നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലാഭവിഹിതത്തിന്റെ എത്ര ശതമാനം വീതം വെക്കണമെന്നത് സംബന്ധിച്ച് തർക്കം കുറെ നാളുകളായി തുടരുകയാണ്. ആ തർക്കം പരിഹരിക്കാൻ ഇരു കൂട്ടർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, സർക്കാർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രിതലത്തിൽ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ക്രിസ്തുമസ് അവധി സീസണിലും മറ്റും വലിയ പ്രതീക്ഷയോടെ ഇറങ്ങാനും ചിത്രീകരണം പൂർത്തിയാക്കിയ ഒട്ടനവധി സിനിമകളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായും തിയേറ്ററുകളിൽ എത്താത്ത സ്ഥിതി വരും. ചിത്രീകരണം നടക്കുന്ന സിനിമകളുടെ ചിത്രീകരണം ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച സാഹചര്യമുണ്ട്. മാത്രമല്ല, പ്രദർശനത്തിലിരിക്കുന്ന സിനിമകൾ ഇപ്പോൾ പിൻവലിക്കുന്ന സാഹചര്യങ്ങളിലെത്തി എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ ക്രിസ്തുമസ് അവധിക്കാലത്തും മലയാള ചലച്ചിത്ര മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ സാലി, നിലവിൽ ഈ ഒരു ലാഭവിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു തർക്കം ഒരുപക്ഷെ തുടക്കത്തിലെ തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയതിന്റെ ഒരു വലിയ പ്രശ്നവുമുണ്ട് ഇവിടെ. ഇപ്പോൾ നിലവിൽ സംഘടനകളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? സൗമ്യ, ഏതായാലും 60% തിയേറ്റർ വീതം വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഈ വിതരണക്കാരുടെ സംഘടനകളും മറ്റും നിൽക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തിയേറ്റർ ഉടമകൾ തയ്യാറാകുമോ എന്നത് സംബന്ധിച്ച് സംശയം നിലനിൽക്കുന്നുണ്ട്. തിയേറ്റർ ഉടമകൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തിയേറ്റർ ഉടമകൾ പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ചുരുക്കത്തിൽ ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശ്രമിച്ചത്. പക്ഷേ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള സന്ദേശം തന്നെയാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നൽകിയത്. ചുരുക്കത്തിൽ ആ ചർച്ചയും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു ഇരു കൂട്ടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഉടനെയെങ്ങും മലയാള സിനിമയിലെ പ്രതിസന്ധി
ഈ ലാഭവിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക. സാലി, അവിടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാം എന്നതുവരെ ഉള്ള ഒരു പോംവഴി മന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെപ്പോലും അംഗീകരിക്കാൻ തിയേറ്റർ ഉടമകൾ തയ്യാറായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ തിയേറ്റർ ഉടമകൾ ഈ വിധത്തിൽ ഒരു പിടിവാശി തുടരുന്നു എന്നൊരു സാഹചര്യമാണോ? അതായത് ഇത്തരത്തിലുള്ള യാതൊരു അനുരഞ്ജന നീക്കങ്ങൾക്കും പിടികൊടുക്കണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണോ? തീർച്ചയായും ഇത് തർക്കം പരിഹരിക്കുന്നതിന് ജുഡീഷ്യൽ സമിതിയുടെ നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉയർന്നു വന്നത്. നിർഭാഗ്യവശാൽ പക്ഷേ രണ്ടു കൂട്ടരും ഇതിന് അനുകൂലമായൊരു നിലപാട് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സാധ്യതകൾ മങ്ങുകയാണ്. ഇപ്പോൾ ഒടുവിലത്തെ തീരുമാനത്തെ സംബന്ധിച്ചും തിയേറ്റർ ഉടമകൾ പറയുന്നത് ഭീഷണിക്ക് തങ്ങൾ വഴങ്ങുന്ന സ്ഥിതിയില്ല. ഒരു കാരണവശാലും ഈ വിതരണക്കാരുടെ സംഘടന ഇപ്പോൾ ഒടുവിൽ ഉയർത്തിയിരിക്കുന്ന ഭീഷണിക്കും തങ്ങൾ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധി ഉടനെങ്ങും പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ മന്ത്രിതരത്തിലുള്ള ഇടപെടലിന് സാധ്യതയുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു പക്ഷേ ചർച്ചകൾ നടന്നേക്കാം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത് മന്ത്രിതലത്തിൽ തന്നെയാണ് തന്നെ. ഒരുപക്ഷെ വരുന്നത് വലിയൊരു പ്രതിസന്ധി, വലിയൊരു ആശങ്കയുടെ സന്ദർഭം കൂടിയല്ലേ? പ്രത്യേകിച്ച് ക്രിസ്മസ് റിലീസ്, മോഹൻലാൽ ചിത്രം, ദുൽഖർ ചിത്രം, ജയസൂര്യ അടക്കമുള്ള ഒരു വമ്പൻ നിര ചിത്രങ്ങൾ തന്നെയായിരുന്നു റിലീസിന് കാത്തിരുന്നത്. ഈ ഒരു വിധത്തിൽ ഇങ്ങനെ പ്രതിസന്ധി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഏത് വിധത്തിലായിരിക്കും മലയാള സിനിമയെ ബാധിക്കുക? അത് ഏത് വിധത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്? സൗമ്യ, വലിയ പ്രതിസന്ധി തന്നെയാണ്. സ്വാഭാവികമായും ക്രിസ്തുമസ് വെക്കേഷൻ ഒക്കെ ലക്ഷ്യമിട്ട് പുറത്തിറങ്ങേണ്ടിരുന്ന സിനിമകളെ അത് ബാധിക്കും. സിനിമാ മേഖലയെ മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം തന്നെയാണ് ഇരു കൂട്ടരുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിതരണക്കാരും തിയേറ്റർ ഉടമകളും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സിനിമയുടെ ചിത്രീകരണം മുതൽ പ്രദർശനം വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും വിവിധ സംഘടനകൾ എടുക്കുന്ന സമീപനം മലയാള സിനിമയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് മുന്നിൽ, മന്ത്രിതലത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നിൽ പോലും വഴങ്ങാൻ ചില സംഘടനകൾ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു സവിശേഷ സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയപ്പെട്ടതും ഈ സാഹചര്യത്തിലാണ്. സ്വാഭാവികമായും ഇനി കൂടുതൽ ചർച്ചകൾ, കൂടുതൽ മന്ത്രിതലത്തിലുള്ള ഇടപെടലൊക്കെ വഴി കൂടുതൽ ചർച്ചകൾ ആരംഭിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ചുരുക്കത്തിൽ ഇപ്പോൾ ഏതായാലും ക്രിസ്മസിന്റെ വെക്കേഷൻ സീസൺ ലക്ഷ്യമിട്ട് ഇറങ്ങാനിരുന്ന ചിത്രങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഇടപെടൽ, മന്ത്രിതലത്തിലുള്ള ഇടപെടലിന്റെ സാധ്യത, അല്ലെങ്കിൽ ഇരു കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇനി വിജയിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ക്രിസ്മസ് വെക്കേഷൻ കാലത്ത് മലയാള സിനിമയെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തം. സലീം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിട്ട് തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുക എന്നൊരു തീരുമാനമാണ് നിലവിൽ വിതരണക്കാരുടെ സംഘടന എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് തിയേറ്റർ ഉടമകൾ കഴിഞ്ഞ ദിവസം മന്ത്രി വരെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതിൽ അനുരഞ്ജനത്തിന് തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വലിയൊരു മുന്നറിയിപ്പുമായി ഇപ്പോൾ വിതരണക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് സിനിമാ മേഖല പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഉള്ളത്.